നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൂരത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരംമുറി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ മുറിച്ച മരങ്ങൾ രാത്രി കടത്താൻ ശ്രമിച്ചതായും ആരോപണം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. അവലോകന യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശൂർ അശ്വനി ആശുപത്രി ജംഗ്ഷനിൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കായംകുളത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് ആക്രി സാധനങ്ങൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ആളപായമില്ല. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരവിമംഗലത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇടം സാംസ്കാരിക വേദിയുടെ വാർഷിക സമ്മേളനം എഴുത്തുകാരി അനു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷയായി. കേരള മുസ്ലിം ജുമാഅത്ത് കയ്പമംഗലം സോൺ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. PSK മൊയ്തു ബാഖഫി മാടവന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടകര തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജീനു വെള്ളാട്ടുപറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 10, 11 തീയതികളിലാണ് തിരുനാൾ. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക സാംസ്കാരിക വേദി ദശദിന ക്യാമ്പിന് സമാപനമായി. സിനിമാ സീരിയൽ താരം രമാദേവി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ വായനാ വസന്തം പദ്ധതിക്ക് തുടക്കമായി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. വൈക്കസി ചേലക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സമ്മർ ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫിറോസ്, ജിഷ്ണു, മോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ലിയോ പുത്തൂർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ മെയ് ദിന പുരസ്കാരങ്ങൾ മികച്ച തൊഴിൽ ദാതാവ് M. അനിൽ, മികച്ച തൊഴിലാളി KA. അലി എന്നിവർക്ക് ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ജലയാനം നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാളിയിലെ ഡോക്ടർ രാജ ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസിൽ സൈനിക സ്കൂൾ ആരംഭിക്കും. കേന്ദ്ര സർക്കാർ രാജ്യത്ത് ആരംഭിക്കുന്ന 100 സൈനിക സ്കൂളുകളിലെ ഒന്നാണ് മാളയിൽ വരുന്നത്. എടത്തുരുത്തി പഞ്ചായത്ത് 14ാം വാർഡിൽ നിന്ന് വിരമിക്കുന്ന അംഗനവാടി വർക്കർമാർക്ക് യാത്രയയപ്പ് നൽകി. E.T. ടൈസൺ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി കണ്ണീർ കാവ്യാഞ്ജലിയുമായി തൃശൂർ സാംസ്കാരിക സാഹിതി. തൃശൂർ DCCയിൽ സംഘടിപ്പിച്ച കണ്ണീർ കാവ്യാഞ്ജലി ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM കാട്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി VK മനോജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വയം തൊഴിൽ സംരംഭമായ വനിതകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് സമാപനമായി. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ കസ്റ്റംസും വനിതാ വിഭാഗത്തിൽ KCB തിരുവനന്തപുരവും ജേതാക്കളായി.
കേച്ചേരി ഗ്രാമീണ വായനശാല നവതി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. KPSTA ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സംഘാടന സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് നിർവഹിച്ചു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുട്ടനല്ലൂർ സൌത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി നടത്തി. ഏരിയ പ്രസിഡന്റ് രാമചന്ദ്രൻ പതാക ഉയർത്തി. കുടുംബശ്രീ ചാവക്കാട് ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ലസ്റ്റർ കലോത്സവത്തിന് തുടക്കമായി. MP K. രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ നാട്ടിക മണ്ഡലം സമ്മേളനം ഞായറാഴ്ച നാട്ടികയിൽ നടക്കും. KNM ജില്ലാ സെക്രട്ടറി EI മുജീബ് ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുതിരാൻ ഏരിയ സംഘടിപ്പിച്ച മെയ്ദിനാചരണം അസോസിയേഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ KA ശ്രീനിവാസൻ കൊടി ഉയർത്തി. എടക്കഴിയൂർ അഫയൻസ് അസോസിയേഷൻ സ്ഥാപക ദിനവും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മെയ് 3 നടക്കും. സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചിയാരം വിജയമാതാ പള്ളിയിലെ തിരുനാളിന് കൊടിയേറി. ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.